എന്നാ അപ്പൊ ഇന്ന് മേടിച്ചോണ്ട് വന്നേ? മുന്തിരി വെച്ചുള്ള പരീക്ഷണമാണോ? അമ്മ അതങ്ങ് മേടിച്ചോ, ആലോചിച്ചാൽ അങ്ങ് മേടിച്ചു. നല്ല മുന്തിരി ഇതുണ്ടോ, സൂപ്പർ മുന്തിരി, കുരുവില്ലാത്ത. നമുക്ക് ഞാൻ ജ്യൂസ് അടിക്കാം അല്ലേ? അടിപൊളി മുന്തിരി. ഒരുപാട് വേണ്ട, വേണ്ടേ? നമുക്ക് ആവശ്യം വാഷ് ചെയ്തു അല്ലേ? ഇതൊക്കെ ഇങ്ങനെ അടത്തി എടുക്കണം. ചുക്കുരുവല്ലേ കാണും, ദൂരനൊക്കെ വരുന്ന മുന്തിരിയല്ലേ ഇത്. ഈ മുന്തിരി പ്രത്യേകത എന്നറിയോ? കുരുവില്ല, മധുരം കണ്ടമാനമില്ല, എന്നാൽ മധുരം ഉണ്ടെന്ന്. വെയിൽ കാലത്ത് എപ്പോഴും ചൂത്തടിച്ച് കുടിച്ചാണല്ലോ. ഇപ്പോഴിപ്പം ഈ മുന്തിരി ജ്യൂസ് കുടിക്കുന്നല്ല, അതിനറിയോ? ശരീരത്തിൽ ജലാംശം നിൽക്കും, ക്ഷീണം തോന്നില്ല. മനസ്സിലായോ? നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. കുറച്ച് നമുക്ക് എടുക്കാം അല്ലേ? ബാക്കി നമുക്ക് പിന്നെ യൂസ് അടിക്കാം അല്ലേ? ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നല്ല കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുക. 2 വെള്ളത്തിൽ കഴുകണം, അല്ലേ? ഉണ്ടല്ലോ 2 നീര് കഴുകണം. ആദ്യം ഉപ്പിട്ട് കഴുകുക, വിഷാംശം ഉണ്ടപ്പോൾ പോട്ടെ. പഴവർഗ്ഗങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ട പഴവർഗ്ഗങ്ങൾ ഉപ്പുവെള്ളത്തിനകത്ത് കഴുകുന്ന ഏറ്റവും നല്ലതാണ്. എണ്ണ കഴുകിയാലും അതിനകത്ത് ഇത് ഉള്ളി കാണും, പക്ഷേ എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റി നോക്കണ്ടേ. ഇത് മതിയല്ലോ അല്ലേ? 2-3 ഗ്ലാസ് മതിയല്ലോ. ജ്യൂസ് അടിച്ചില്ല, പിള്ളേരൊക്കെ വന്നിരിക്കും, അപ്പോൾ അവർക്ക് പഞ്ചസാര കൂടുതൽ വേണം. മതി, തണുത്തോളം ഒഴിച്ചു കൊടുക്കുക. ചൈസ കൊള്ളു അല്ലേ? നല്ല വെയിലെന്ന് പറഞ്ഞാൽ തിളച്ച വെയിലല്ലേ. ചേർത്തില്ല, ഇത് കെട്ടായിരിക്കും. നമുക്കൊന്ന് അടിച്ചെടുക്കാം അല്ലേ? നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം നമുക്ക്. കുരുവില്ലാത്ത മുന്തിരി വേറെ ഗുണമുള്ളതാണ്, എന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. വേസ്റ്റായി കളഞ്ഞേക്കാം, കൊണ്ട് എടുത്തുണ്ട്. നമുക്ക് ഗ്ലാസ്സിനകത്ത് കുടിക്കാം. ജ്യൂസ് അടിച്ചിട്ട് എന്നും ഐസ് കട്ട് ഇടുന്നത്. നമുക്ക് ഇത് പിള്ളേർക്ക് കൊടുക്കാനുള്ള കാരണം നമുക്ക് ശകല ഐസ്ക്രീം അങ്ങോട്ട് കൊടുക്കാം. നല്ല വേനൽക്കാലമാണ്, ഇതുപോലെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കണം, അടിപൊളിയായിരിക്കും. നല്ല മുന്തിരി ജ്യൂസ്. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. സിമ്പിളായിട്ട് ഇങ്ങനെ കുടിക്കാം കേട്ടോ. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും മുന്തിരിയുടെ ടേസ്റ്റും ഒക്കെ നല്ല അടിപൊളിയായി കേട്ടോ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ പ്ലീസ്.